മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. മകരസംക്രമ പൂജയും സംക്രമാഭിഷേകവും പുലർച്ചെ നടന്നു. വൈകിട്ട് 6:30-നാണ് തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധന. സന്നിധാനത്ത് നിന്നും ടി ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ശബരിമല സന്നിധാനം അക്ഷരാർത്ഥത്തിൽ മകരവിളക്കിനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു തന്നെ പറയാൻ കഴിയും. തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മകരവിളക്ക് കാണാൻ കഴിയുന്ന എല്ലാ സ്ഥലങ്ങളിലും കഴിഞ്ഞ 3 ദിവസമായി തീർത്ഥാടകർ കാത്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ കഴിയുന്നത്. 10 സ്ഥലങ്ങളിലാണ് മകരവിളക്ക് ശബരിമല സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. ഇവിടെ മാത്രമല്ല, പമ്പ, നിലയ്ക്കൽ, അട്ടത്തോട്, ഇടുക്കി ജില്ലയിലെ പാഞ്ചാലിമേട്, പുല്ലുമേട് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തീർത്ഥാടകർ മകരവിളക്ക് ദർശനത്തിനായി കാത്തിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ശബരിമല സന്നിധാനത്ത് മകരവിളക്കിന് മുന്നോടിയായുള്ള പ്രധാന പൂജയായ സംക്രമ പൂജയും സംക്രമ അഭിഷേകവും ഇന്ന് വെളുപ്പിന് 2:46 പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരരാശിയിലേക്ക് മാറുന്ന സമയത്താണ് സംക്രമ പൂജ നടക്കുക. തൊട്ടു പിന്നാലെ സംക്രമ അഭിഷേകവും നടന്നു. കവടിയാർ കൊട്ടാരത്തിൽ നിന്നും നാളികേരങ്ങളിലാക്കി കൊണ്ടുവന്ന നെയ്യ് ഉപയോഗിച്ചായിരുന്നു സംക്രമ അഭിഷേകം നടത്തിയത്. അത് പരമ്പരാഗത ആചാരപ്രകാരം തന്നെയായിരുന്നു ഈ സംക്രമ അഭിഷേകവും. തൊട്ടു പിന്നാലെ ഉച്ചയ്ക്ക് നടയടയ്ക്കും. വൈകിട്ട് 5 മണിക്കായിരിക്കും ഇനി നട തുറക്കുക. അതിനുശേഷം നട തുറന്ന് തിരുവാഭരണങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള സംഘം നേരെ ശരംകുത്തിയിലേക്ക് പോകും. അവിടെ വെച്ച് 5:30 മണിയോടുകൂടി തിരുവാഭരണ സംഘത്തെ സ്വീകരിക്കും. ആചാരപ്രകാരം കർപ്പൂരാഴിയുടെയും ഒപ്പം ദീപനാളങ്ങളുടെയും ഒക്കെ അകമ്പടിയോടുകൂടി ശബരിമല സന്നിധാനത്തേക്ക് കൊണ്ടുവരും. 1-ാം പേടകം 18-ാം പടി കയറി മുകളിലെത്തുമ്പോഴേക്കും ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വീകരിക്കും. പിന്നീട് തിരുവാഭരണങ്ങൾ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ഒടുവിലായിരിക്കും പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുക. മകരവിളക്ക് കണ്ട് തിരിച്ചിറങ്ങുന്ന തീർത്ഥാടകർക്ക് സുരക്ഷ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി പ്രധാനപ്പെട്ട 4 വഴികളും പോലീസ് സജ്ജമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തീർത്ഥാടകർക്കും നിയന്ത്രണങ്ങളുണ്ടാകും. മകരവിളക്ക് ദിവസമായതുകൊണ്ട് തന്നെ തീർത്ഥാടകർ കൂടുതലായി സന്നിധാനത്ത് തങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകും. എന്തായാലും മകരവിളക്ക് കഴിഞ്ഞ് സന്നിധാനം വിട്ടു പോകുന്ന തീർത്ഥാടകരുടെ കണക്കനുസരിച്ചായിരിക്കും തിരിച്ച് പമ്പയിൽ നിന്നും തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുക. അത്തരത്തിൽ തീർത്ഥാടകരുടെ സുരക്ഷിതത്വം കൂടി ഉറപ്പാക്കിക്കൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ സന്നിധാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ തീർത്ഥാടകരുടെ എണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് മകരവിളക്ക് കഴിഞ്ഞാൽ നാളെ പിന്നീട് അമ്പലപ്പുഴ ആലങ്ങാട്ട് സംഘങ്ങളുടെ ആചാരപ്രകാരമുള്ള ചടങ്ങുകളാണ്. ആ ചടങ്ങുകളും ഒപ്പം മാളികപ്പുറത്തെ ചടങ്ങുകളും എല്ലാം നടക്കും. 20-നാണ് മാളികപ്പുറത്തെ ഗുരുതി കഴിഞ്ഞ് നടയടച്ചു കഴിഞ്ഞാൽ തീർത്ഥാടകർക്ക് ദർശനമുണ്ടാകില്ല. 21-ാം തീയതി തിരുവാഭരണ സംഘം ദർശനം നടത്തി മടങ്ങുന്നതോടുകൂടി ഈ മണ്ഡല മകരവിളക്ക് കാലത്തെ എല്ലാ ചടങ്ങുകളും പൂർത്തിയാകും. ശബരിമല സന്നിധാനത്തു നിന്നും സജി തറയിലിനൊപ്പം ടി ബിനോയ്, കേരള വിഷൻ ന്യൂസ്.